കുഞ്ഞൂട്ടൻ തുടരുന്നു. അവർ ജനൽപ്പാളി വീണ്ടും തുറന്നു. അതിലൂടെ പുറത്തേക്ക് കണ്ണെറിഞ്ഞു. പെട്ടെന്നവർക്ക് വലിയ സങ്കടം തോന്നി. അങ്ങ് ദൂരെ മരത്തിൽ തൂങ്ങിയാടുന്ന മരപ്പാവക്കുട്ടൻ. ആ കാട്ടുകള്ളന്മാർ ചെയ്ത കടുംകൈയാണതെന്ന് മാലാഖ ഊഹിച്ചു. അപകടാവസ്ഥയിൽ നിന്നും തനിക്കവനെ രക്ഷിക്കാൻ കഴിയാത്തതിൽ അവർക്ക് കുറ്റബോധം തോന്നി. പാവം മരപ്പാവക്കുട്ടൻ. ആ ദുഷ്ടന്മാരവനെ തൂക്കിക്കൊന്നിട്ടുണ്ടാവുമോ? ഇപ്പോഴും തരുമ്പെങ്കിലും ജീവനുണ്ടാവോ അവന്? പാൽവെളിച്ചത്തിലൂടെ അവരുടെ കണ്ണ് നനഞ്ഞു. ആരാണവിടെ? മാലാഖ കൈകൊട്ടി വിളിച്ചു. എന്താ വേണ്ടു മാലാഖമ്മേ? ഒരു കഴുകൻ താഴ്ന്നു പറന്നു ജനലിനരികിൽ വിനയത്തോടെ തിരക്കി. വേഗം ചെന്ന് മുന്നിലെ മരത്തിൽ തൂങ്ങിക്കിടക്കുന്ന മരപ്പാവക്കുട്ടനെ കെട്ടഴിച്ച് താഴെയിറക്കണം, മാലാഖ ഉത്തരവിട്ടു. ഇത് കേൾക്കേണ്ട താമസം കഴുകൻ പറന്നു വന്നു കുഞ്ഞൂട്ടനെ കെട്ടിത്തൂക്കിയ കയർ അഴിച്ചു. അവനെ സാവധാനം നിലത്തിറക്കി. നേരിയ ചലനം പോലും അവനപ്പോഴുണ്ടായിരുന്നില്ല. അവനെ മരച്ചുവട്ടിൽ മലർത്തി കിടത്തി വിവരം മാലാഖയെ അറിയിച്ചു. ചത്തോ ജീവിക്കുമോന്നു പറയാനാവില്ല മാലാഖമ്മേ. കഴുകന് സങ്കടം വന്നു. അത് കേട്ട് മാലാഖ കണ്ണു തുടച്ചു. അവർ തൻ്റെ നായ്ക്കുട്ടിയെ വിളിച്ചു വരുത്തി. ഉശിരൻ നായ്ക്കുട്ടി അവരുടെ അടുത്ത് വന്നു ശബ്ദം താഴ്ത്തി കുരച്ചു. എന്താ മാലാഖമ്മേ, ഞാൻ എന്താ ചെയ്യേണ്ടത്? നായ്ക്കുട്ടി, നീ എൻ്റെ തൊന്നുവടിയിൽ കയറി ആ മരച്ചുവട്ടിലെത്തണം. അവിടെ ചത്തോ ജീവിക്കുമോ എന്നറിയാതെ കിടക്കുന്ന പാവക്കുട്ടനെ വണ്ടിയിൽ കയറ്റി എൻ്റെ അടുത്ത് എത്തിക്കണം, മാലാഖ നിർദ്ദേശിച്ചു. നായ്ക്കുട്ടി അനുസരിച്ചു. അവൻ കുഞ്ഞൂട്ടനെ മാലാഖയുടെ കൊട്ടുവീട്ടിലെത്തിച്ചു. അപ്പോഴേക്കും നാട്ടിലെ അറിയപ്പെടുന്ന വൈദ്യന്മാരൊക്കെ അവിടെ വിളിച്ചു വരുത്തിയിരുന്നു. അവർ ആരൊക്കെയാണെന്നോ? കാക്ക ഡോക്ടറും മൂങ്ങ ഡോക്ടറും പിന്നെ പഴയ പച്ചത്തുള്ളൻ്റെ പ്രേതവും. എല്ലാവരും വൈദ്യരുടെ മേൽക്കുപ്പായം അണിഞ്ഞിരുന്നു. മൂവരുടെ കയ്യിലും ഒന്നാന്തരം സഞ്ചിയും അതിൽ പരിശോധനക്കുഴലും കുത്തിവെപ്പ് സൂചിയും മുറിവ് കെട്ടാനുള്ള തുണിയും പലതരം മരുന്നുകളും ഉണ്ടായിരുന്നു. അവരെല്ലാം കനത്ത ഗൗരവത്തിലുമായിരുന്നു. കുഞ്ഞൂട്ടനെ തൻ്റെ കിടപ്പുമുറിയിൽ പൂക്കളുടെ വിരിപ്പിൽ കിടത്തിയ ശേഷം മാലാഖ അവൻ്റെ മൂക്കിനടുത്ത് വിരൽ വെച്ച് നോക്കി. ഇല്ല, ശ്വാസമെടുക്കുന്നേ ഇല്ല. മാലാഖ വൈദ്യന്മാരുടെ മുഖത്തേക്ക് നോക്കി. ഇനി തങ്ങളുടെ ഊഴമാണെന്ന് അവർക്ക് മനസ്സിലായി. കാക്കവൈദ്യൻ നാടി പിടിച്ചു. വിശദ പരിശോധനകളും പരിശോധിച്ചു. നടത്തിയ ശേഷം പറഞ്ഞു, ഈ മരപ്പാവക്കുട്ടന് ചിലപ്പോൾ ജീവൻ ഉണ്ടാവും, അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞിരിക്കും. ആ മറുപടി മാലാഖക്ക് തൃപ്തിയായില്ല. അവർ മൂങ്ങ വൈദ്യന് നേരെ തിരിഞ്ഞു. മൂങ്ങ കുറെ കൂടി ഗൗരവത്തിൽ തലയിൽ ഞൊടിയും കൈകാലുകൾ പൊക്കിയും താഴ്ത്തിയും മരനെഞ്ചിൽ കുഴലുവെച്ചു നോക്കിയും പറഞ്ഞു, എൻ്റെ അഭിപ്രായത്തിൽ ഈ പാവക്കുട്ടൻ മരിച്ചിരിക്കാനാണ് സാധ്യത. എന്നാൽ മരിക്കാതിരിക്കാനുള്ള ചെറിയ സാധ്യതയും കാണുന്നുണ്ട്. അത് കേട്ടിട്ടും മാലാഖയുടെ മുഖം തെളിഞ്ഞില്ല. ഇതാർക്കാണ് പറയാനാവാത്തത് എന്ന ഭാവത്തിൽ അവർ നീലമുടി മാടി പച്ചത്തുള്ളൻ്റെ പ്രേതത്തെ നോക്കി. വൈദ്യർക്ക് എന്താണ് പറയാനുള്ളത്? പച്ചത്തുള്ളൻ്റെ പ്രേതം 2-3 വട്ടം കുഞ്ഞൂട്ടനെ ചുറ്റി മൂളിപ്പാട്ടി നടത്തി. അത് അവൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയതല്ലാതെ ഒരു പരിശോധനയും നടത്തിയില്ല. എന്തെങ്കിലും ഒന്ന് പറയൂ വൈദ്യരെ. മാലാഖക്ക് ക്ഷമ കെട്ടു.